ഹലോ, അസ്സലാമലൈക്കും ആൻഡ് ഗുഡ് മോർണിംഗ്. ഇന്നിതാ സൺഡേ അല്ലേ, എല്ലാവർക്കും ഇന്ന് ലീവാണ്. കുറച്ചിട്ട് കൂടുതൽ ടൈം കിടന്നുറങ്ങാം. ഇന്നാണെങ്കിൽ മദ്രസുമില്ല, അപ്പോൾ ഒരിത്തിരി കൂടുതൽ തന്നെയാണ് കേട്ടോ ഉറങ്ങിയത്. അങ്ങനെ എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞതാ. ഞങ്ങളുടെ സൺഡേ കുറച്ച് തിരക്കുള്ള സൺഡേ ആണ് കേട്ടോ. കാരണം എന്നത്തെ ദിവസം പോലെയല്ല, സൺഡേ ഇദ്ദേഹം ഹോളിഡേ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് വേഗം വേഗം കറക്റ്റ് ഫുഡുകൾ വേണം. അത് വിചാരിച്ച് തീരെ ഇല്ല കേട്ടോ, രാവിലത്തേത് കറക്റ്റായിട്ട് കിട്ടണം. പിന്നെ ഇതെൻ്റെ പല നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇങ്ങനെ അടുക്കള കയറി എന്നെ സഹായിക്കണമെന്ന്. അപ്പോൾ ഒന്ന് തേങ്ങ ചിരവാൻ പറഞ്ഞു, തേങ്ങ ചിരകി തന്നു. വളരെ റയറായിട്ട് കയറുന്ന ഒരാളാണ് ഇദ്ദേഹം. എന്തൊക്കെ കളി കളിച്ചാലും അങ്ങനെ ഇങ്ങനെയൊന്നും ഈ അടുക്കള ഭാഗത്തേക്ക് പരിസരത്തേക്ക് വരില്ല. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചാലല്ലേ അങ്ങോട്ട് സെറ്റാവുള്ളൂ. പക്ഷേ ഇന്ന് ഈ തേങ്ങ ചിരകി തരുന്നതിന് ആ ഒരു അഹങ്കാരം എൻ്റെ മുഖത്ത് കണ്ടു. എനിക്ക് വളരെയധികം സന്തോഷവും അഹങ്കാരവും കൂടി നിമിഷമാണ് കേട്ടോ ഇത്. ഇനി വേണം ചെറിയ ചെറിയ പണികളൊക്കെ പഠിപ്പിക്കാനും. ഒന്ന് അടുക്കള പണികൾ തന്നെ പഠിപ്പിക്കണം, പുറത്തുള്ള പണികളൊന്നും വേണ്ട. ചെറിയ അടുക്കള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഒന്ന് പഠിപ്പിച്ച് ഒരു ബിരിയാണി വെപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കുമെന്നൊന്നും അറിയില്ല. കാരണം 10 കൊല്ലം വേണ്ടി വന്ന ഒരു തേങ്ങ ചിരണ്ടിയെടുക്കാൻ, പിന്നെ ഒരു 10 കൊല്ലോ 20 കൊല്ലോ വേണ്ടി വരുമോ ഒരു ബിരിയാണി വെക്കാൻ? ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇന്ന് പുട്ടും കടലക്കറിയാണ്. ഞാൻ കടലക്കറി ഉണ്ടാക്കുമ്പോൾ വേവിച്ച തേങ്ങാപ്പാൽ ഒഴിക്കണ മുന്നേ വേവിച്ച കടലക്കറിന്ന് കുറച്ചെടുത്ത് മിക്സിയിലിട്ട് അരക്കേ. അപ്പോൾ ഒന്നും കൂടി നല്ല കൊഴുപ്പിൽ നല്ല അടിപൊളിയായിട്ട് തിക്കായിട്ട് കിട്ടും കേട്ടോ കറി. പിന്നെ നമ്മൾ വറുത്തരച്ച കടലക്കറിൻ്റെ ആ ഒരു പോലൊക്കെ തോന്നും. അത് കഴിഞ്ഞ് നമ്മൾ കടുവറായിട്ടൊന്ന് കടുവൊക്കെ വറുത്ത് കടലക്കറിയും പുട്ടും അടിപൊളി സെറ്റായിട്ടോ. എനിക്ക് ഈ അജ്മി പുട്ടിനോട് വലിയ താല്പര്യം കേട്ടോ, അങ്ങനത്തെ കറി പിടിക്കാത്ത പോലെ. ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നമ്മൾ അരിപ്പൊടീൻ്റെ പുട്ട് അത് കഴിച്ചിട്ടുണ്ട്. മുളക് കറിയോ ഇറച്ചിക്കറിയോ കടലക്കറിയോ കൂടുമ്പോൾ എന്തൊരു ടേസ്റ്റ് അറിയാം. അപ്പം ഞങ്ങളുടെ ഇങ്ങനെ ഒത്തുകൂടുന്നത് ഞായറാഴ്ചകളിൽ മാത്രമാണ്. ഞങ്ങൾ ഇന്നെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ഒന്ന് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.